ഇനി നമുക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നടക്കുന്ന ഏറ്റവും പുതിയ നടപടിക്രമങ്ങൾ. ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് എൻ വാസു SITയുടെ കസ്റ്റഡിയിൽ തുടർന്നു. കൊല്ലം വിജിലൻസ് കോടതി 4 മണി വരെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. 4 മണിക്ക് വീണ്ടും വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. SITയുടെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചാണ് നടപടി. മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിലും വിശദമായ വാദം കേൾക്കും. വിനീഷ് ചേരുന്നു. വിനീഷ്, കസ്റ്റഡിയുമായി ബന്ധപ്പെട്ടും 4 മണി വരെ കസ്റ്റഡി അപേക്ഷ, ഒപ്പം മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിലും ഏത് തരത്തിലാണ് കോടതി നടപടിക്രമങ്ങൾ നടത്തുന്നത്? അപർണ, കഴിഞ്ഞ ദിവസം SIT ഉദ്യോഗസ്ഥർ കൊല്ലം വിജിലൻസ് കോടതിയിൽ എൻ വാസുവിനായി കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിരുന്നു. ഇന്ന് രാവിലെ 10 മണിയോടെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച കോടതി വൈകിട്ട് 4 മണിവരെ എൻ വാസുവിനെ SITയുടെ കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. ശബരിമലയിലെ ദ്വാരപാലക കേസിൽ പ്രതിയായ എൻ വാസുവിനെതിരെ നിർണായകമായ തെളിവുകളാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളതും. ഇതേസമയം കേസിലെ മറ്റു പ്രതിയായ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം കോടതി പരിഗണിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ കേവലം താനൊരു ഉദ്യോഗസ്ഥൻ മാത്രമാണെന്നും ഔദ്യോഗിക കൃത്യനിർവഹണം മാത്രമാണ് നടത്തിയെന്നുമായിരുന്നു മുരാരി ബാബുവിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. അതിനാൽ ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു ഹർജിയിൽ ആവശ്യപ്പെട്ടതും. എന്നാൽ ഉദ്യോഗസ്ഥനായിരിക്കെ ഇയാൾ ക്രമക്കേടിൽ സജീവ പങ്കാളിയാണെന്നും അതിനാൽ ജാമ്യം നൽകരുതെന്നും പ്രോസിക്യൂഷൻ ശക്തമായി കോടതിയിൽ വാദിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി വിശദമായ വാദം കേൾക്കും. ഇന്ന് എൻ വാസുവിനെ കോടതിയിൽ ഹാജരാക്കിയത് അറിഞ്ഞ് നിരവധി BJP പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയിരുന്നു. അതുപോലെ തന്നെ കോടതി നടപടിക്രമങ്ങൾ കഴിഞ്ഞ് പോലീസ് വാഹനത്തിൽ വാസുവിനെ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോഴായിരുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഉണ്ടായത്. എന്തായാലും 2019 ദേവസ്വം കമ്മീഷണറായിരുന്ന വാസുവിന്റെ ഇടപെടൽ വ്യക്തമായതോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതും. SITയുടെ ചോദ്യം ചെയ്യലിൽ വാസുവിൽ നിന്നും നിർണായക വിവരങ്ങൾ ലഭ്യമാകും. ഇത് കേസിന് വലിയ തുമ്പായി മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അപർണ, വിനീഷ് വിവരങ്ങൾ.